ഹായ് ചിൽഡ്രൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു സംഭാഷണം തന്നിട്ട് അതിലെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുന്നതിനുള്ള ചോദ്യങ്ങളാണ്. ഗ്രാമർ ഭാഗത്താണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അവിടെ തന്നിരിക്കുന്ന സംഭാഷണത്തിൽ 4-5 എണ്ണം ഭാഗത്ത് വിട്ടുപോയിട്ടുണ്ടായിരിക്കും. അത് പൂരിപ്പിക്കുന്നതിന് ഈ പൂരിപ്പിക്കേണ്ടി വരുന്നത് എന്താണെന്ന് മനസ്സിലായാൽ വളരെ എളുപ്പത്തിൽ മുഴുവൻ മാർഗം നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണ് സാധാരണഗതിയിൽ പൂരിപ്പിക്കുവാൻ വരുന്നത്? ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടായിരിക്കും, ഒരു സാധാരണ ക്വസ്റ്റ്യൻ WH ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഒരു yes or no ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഒരു കണ്ടീഷണൽ സെൻറ്റൻസ് ഉണ്ടായിരിക്കും. കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഇവ കൂടാതെ ഒരു പക്ഷേ സാധാരണ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കുന്ന മറ്റു ചില പ്രയോഗങ്ങളും, ഉദാഹരണത്തിന് യു ഹാഡ് ബെറ്റർ, അങ്ങനെയുള്ള ഇതിപ്പോൾ താഴെ കാണിച്ചിരിക്കുന്ന പോലെയുള്ള പ്രയോഗങ്ങൾ ചോദിക്കാറുണ്ട്. അത് വളരെ അപൂർവമാണ്. ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ഓൾറെഡി നന്നായി പഠിച്ചതാണ്. ഇന്ന് നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പഠിക്കാം. എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്? സോ ആർ യു റെഡി ഫോർ ദ ലെസൺ? ഇത് തന്നെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ലെസന് റെഡിയാണോ? യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും ഉത്തരം. ഇനി ഇത് നമ്മൾ പഠിക്കുന്നത് സംഭാഷണം പൂരിപ്പിക്കുന്നതിന് ആ ചോദ്യം ചെയ്യുന്നത് ഏറ്റവും എളുപ്പമാകുന്ന രീതിയിലാണ്. ഇവിടെ താഴെ 3 വാക്യങ്ങൾ തന്നിട്ടുണ്ട്. പരീക്ഷയ്ക്ക് തരാറുള്ളത് പോലെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കുക, ഒന്നാമത്തേത് യെസ് ഹീ ഈസ് ടോക്കിംഗ് ടു ദ പ്രിൻസിപ്പൽ. അവൻ പ്രിൻസിപ്പലിനോട് സംസാരിക്കുകയാണ്. ഇവിടെ പൊക്കത്തിൽ പൂരിപ്പിക്കേണ്ടതൊരു ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് ഉറപ്പാണ്. ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാൽ നമുക്കറിയാം. അതുപോലെ ഇവിടെ നോക്കുക, യെസ്, രണ്ടാമത്തതിൽ നോ. ഇങ്ങനെ യെസ് അല്ലെങ്കിൽ നോ അല്ലെങ്കിൽ യെസിനോടോ നോയിനോടോ സമാന അർത്ഥമുള്ള ഒരു വാക്ക് തന്നതിന് ശേഷം ഒരു കോമ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ പൂരിപ്പിക്കാനുള്ളതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ്സിൽ വാക്കുകളുടെ ക്രമം ആദ്യം സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് വെർബ്, ഓക്സിലറി വെർബ്, അതിനുശേഷം മെയിൻ വെർബ്, ആ ക്രമത്തിലായിരിക്കും വരുന്നത്. എന്നാൽ ക്വസ്റ്റ്യൻസിലെ വേർഡ് ഓർഡറിന് ഒരു വ്യത്യാസമുണ്ട്. സബ്ജക്റ്റിന് മുൻപ് ഓക്സിലറി വെർബ് വരും ചോദ്യങ്ങളിലെല്ലാം. അപ്പോൾ ഇവിടെ ഇതിനെ ക്വസ്റ്റ്യൻ ആക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുവാൻ വളരെ ഈസിയാണ്. ഈ ഓക്സിലറി വെർബിനെ, ഒന്നാമത്തെ സെൻറ്റൻസിലെ ഓക്സിലറി വെർബായ ഈസിനെ സബ്ജക്റ്റിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്നാൽ മതി. അതായത് ഈസ് ഹീ ടോക്കിംഗ് ടു ദ പ്രിൻസിപ്പൽ, അതാണതിൻ്റെ ചോദ്യം. ഈസ് ഹീ ടോക്കിംഗ് ടു ദ പ്രിൻസിപ്പൽ, അവൻ പ്രിൻസിപ്പലിനോട് സംസാരിക്കുകയാണോ? കൃത്യമായ ചോദ്യമായി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നോക്കുക, ദ സ്നേക്ക് ഡിഡിൻ ബൈറ്റ് മീ. പാമ്പ് എന്നെ കടിച്ചില്ല. അപ്പോൾ ചോദിച്ചത് എന്തായിരിക്കും? പാമ്പ് നിങ്ങളെ കടിച്ചോ? അതിന് ക്വസ്റ്റ്യൻ ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഓക്സിലറി വെർബിനെ മുൻപോട്ട് കൊണ്ടുവന്നാൽ മതി. ഡിഡ് ആണിവിടെ ഓക്സിലറി വെർബ്. ഡിഡ് ദ സ്നേക്ക് ബൈറ്റ് മീ അല്ല. അയാളോട് ചോദിച്ചപ്പോൾ നിങ്ങളെ കടിച്ചോ, മീ എന്നുള്ളത് യു ആയി മാറണം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും എന്ന് നോക്കുക. ഡിഡ് ദ സ്നേക്ക് ബൈറ്റ് യു? നിങ്ങളെ പാമ്പ് കടിച്ചോ? ഇവിടെ നെഗറ്റീവ് ചേർക്കേണ്ട അവസരം വരുന്നുണ്ട്. ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ അർത്ഥം വല്ലാത്തതായി പോകും. ഡിഡിൻ ദ സ്നേക്ക് ബൈറ്റ് യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാമ്പ് നിങ്ങളെ കടിച്ചില്ലേ, അയ്യോ കടിക്കാഞ്ഞത് വളരെ കഷ്ടമായി പോയല്ലോ എന്നുള്ളൊരർത്ഥമായി പോകും. ഇനി മൂന്നാമത്തേത് നോക്കാം. ഷി ഹാസ് ടോൾഡ് എവറിത്തിങ് ടു ഹർ ഗ്രാൻഡ് പാ. അവൾ വല്യപ്പനോടെല്ലാം പറഞ്ഞു. അവൾ വല്യപ്പനോടെല്ലാം പറഞ്ഞോ എന്ന് ചോദിക്കണമെങ്കിൽ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അതാണ് ചോദിക്കണമെങ്കിൽ, ഇവിടുത്തെ ഓക്സിലറി വെർബായ ഹാസ് മുന്നോട്ട് കൊണ്ടുവന്നാൽ മതി. ഹാസ് ഷീ ടോൾഡ് എവറിത്തിങ് ടു ഹർ ഗ്രാൻഡ് പാ. ഇനി കുറച്ച് എക്സസൈസ് ചെയ്ത് നോക്കുക. ഒന്നാമത്തെ നോക്കുക, യെസ് ദ മംഗൂസ് ഹാസ് ഗോൺ ഇൻ ടു ദ ബുഷസ്. മംഗൂസ് ബുഷസിലേക്ക് കയറിപ്പോയി. സബ്ജക്റ്റ് മംഗൂസാണ്, ഹാസ് ഗോൺ ആണ് വെർബ്, അതിലെ ഹാസ് ആണ് ഓക്സിലറി. ഹാസിനെ മുന്നോട്ട് കൊണ്ടുവന്നാൽ മതി. രണ്ടാമത്തേത് മൈ ഗ്രാൻഡ് പാ വിൽ ഗിവ് ദ മണി. മറുപടി പറഞ്ഞതാണ് മൈ ഗ്രാൻഡ് പാ. ചോദിച്ചപ്പോൾ നിൻ്റെ ഗ്രാൻഡ് പാ പൈസ തരുമോ എന്നാണ്. അപ്പോൾ അവൾ മറുപടി പറഞ്ഞു എൻ്റെ ഗ്രാൻഡ് പാ പൈസ തരും. മൈ ഗ്രാൻഡ് പാ വിൽ ഗിവ് ദ മണി, അതിൻ്റെ ക്വസ്റ്റ്യൻ വില്ല് മുൻപിലേക്ക് കൊണ്ടുവന്നാൽ മതി. വിൽ യുവർ ഗ്രാൻഡ് പാ, ഇപ്പോൾ വില്ല് മുൻപോട്ട് വന്നു. വിൽ യുവർ ഗ്രാൻഡ് പാ ഗിവ് ദ മണി. ഇനി നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് എല്ലാത്തിൻ്റെ ഉത്തരം കൃത്യമായി എഴുതുക.
ഉത്തരങ്ങൾ നോക്കുക. എല്ലാം ശരിയായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇവിടെ തന്നിരിക്കുന്ന ഉദാഹരണങ്ങൾ നോക്കുക. യെസ്, ഷീ ടോൾഡ് എവറിത്തിങ് ടു ഹെർ ഗ്രാൻഡ് പാ. ഷീയാണ് സബ്ജക്റ്റ്, ടോൾഡ് വെർബ്. പക്ഷേ അവിടെ നമുക്ക് ഓക്സിലറി വെർബ് കാണാനില്ല. ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ, ഇല്ലാത്ത സെൻറ്റൻസ് ഇല്ല എന്ന് നമുക്കറിയാം. ഇവിടെ കാണുന്നില്ല എങ്കിൽ അത് ഹിഡൻ ആണ്. അതുപോലെ നമുക്കറിയാവുന്ന കാര്യമാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ തുടങ്ങേണ്ടത് ഓക്സിലറി വെർബ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഹിഡൻ ആയിട്ടിരിക്കുന്ന ഓക്സിലറി വെർബിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വരും. ക്വസ്റ്റ്യൻസിൻ്റെ ക്രമം ഇതാണ്. ഓക്സിലറി വെർബ്, അതിനുശേഷമാണ് സബ്ജക്റ്റ് വരേണ്ടത്. ഓക്സിലറി വെർബ് ഇവിടെ കൊണ്ടുവരാതെ പറ്റില്ല. ടോൾഡിൽ മറഞ്ഞിരിക്കുന്ന ഓക്സിലറി വെർബ് ഏതായിരിക്കും? ഡുവോ, ഡെസോ, ഡിഡോ ആയിരിക്കും. ടോൾഡ് എന്ന് പറയുന്നത് ടെല്ലിൻ്റെ പല രൂപങ്ങളാണ്. ടെൽ എന്ന് പറയുന്നത് ഡു പ്ലസ് ടെൽ, ടെൽസ് എന്ന് പറയുന്നത് ഡസ് പ്ലസ് ടെൽ, ടോൾഡ് എന്ന് പറയുന്നത് ഡിഡ് പ്ലസ് ടെൽ. ഡിഡ് പ്ലസ് ടെല്ലാണ്, ഡിഡ് പ്ലസ് ടോൾഡ് അല്ല എന്ന് വിചാരിക്കുക. ഡു, ഡസ്, ഡിഡ് ഇവ കഴിഞ്ഞാൽ വെർബിൻ്റെ ബേസ് ഫോമേ വരികയുള്ളൂ. അപ്പോൾ ഇവിടെ ഹിഡൻ ആയിട്ടിരിക്കുന്നത് ടോൾഡ് ആയതുകൊണ്ട് ഡിഡ് ആണ്. അപ്പോൾ ഡിഡ് കൊണ്ട് വേണം ക്വസ്റ്റ്യൻ തുടങ്ങാൻ. ഡിഡ് ഷീ, പിന്നെ ടോൾഡ് അല്ല, ടെൽ. ഡിഡ് ഷീ ടെൽ എവറിത്തിങ് ടു ഹെർ ഗ്രാൻഡ് പാ. രണ്ടാമത്തേത് നോക്കുക. യെസ്, ഇറ്റ് വാസ് എ വെരി ബിഗ് കോബ്ര. അത് വളരെ വലിയൊരു കോബ്ര ആയിരുന്നു. ഇവിടെ ചോദ്യം അതൊരു വലിയ കോബ്ര ആയിരുന്നോ എന്നാണ് ചോദിക്കേണ്ടത്. ഇവിടെ ഓൾറെഡി ഓക്സിലറി വെർബ് ഉണ്ട്, പക്ഷേ മെയിൻ വെർബ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അത് വരുമ്പോൾ ഓക്സിലറി വെർബ് മുന്നോട്ട് കൊണ്ടുവന്നാൽ മതി. വാസ് ഇറ്റ് എ വെരി ബിഗ് കോബ്ര. മൂന്നാമത്തേത് നോക്കുക. യെസ്, ഹീ ലുക്സ് വെരി ടയേർഡ്. ഹീ ആണ് അവിടെ സബ്ജക്റ്റ്. വെർബ് ലുക്സ്, ഇവിടെയും ഓക്സിലറി വെർബ് ഇല്ല. ലുക്സ് ആയതുകൊണ്ട് നമുക്കറിയാം അവിടെ ഹിഡൻ ആയിട്ടിരിക്കുന്നത് ഡു, ഡസ്, ഡിഡ് ഇവയിൽ ഏതാണ്? എസ് ഉള്ള ഫോമാണ്, അതുകൊണ്ട് ഡസ്. അപ്പോൾ എങ്ങനെ വരും? ഡസ് കൊണ്ട് തുടങ്ങണം. ഡസ്, പിന്നെ സബ്ജക്റ്റായ ഹീ. ലുക്സ് വേണ്ട, ലുക്ക് മതി. ഡസ് ഹീ ലുക്ക് വെരി ടയേർഡ്. 4, ഷുവർലി ഹീ കൺഗ്രാജുലേറ്റഡ് മാർത്ത ഫോർ ഹെർ കറേജ്. തീർച്ചയായിട്ടും അയാൾ മാർത്തയെ അവളുടെ ധൈര്യത്തിൻ്റെ പേരിൽ അഭിനന്ദിച്ചു. ഹീ സബ്ജക്റ്റ്, കൺഗ്രാജുലേറ്റഡ് വെർബ്, ഓക്സിലറി വെർബ് ഇല്ല, ഹിഡൻ ആണ്. കൺഗ്രാജുലേറ്റഡ് പാസ്റ്റ് ഫോം ആയതുകൊണ്ട് ഡിഡ് ആണ്. അപ്പോൾ ഡിഡ് കൊണ്ട് തുടങ്ങണം. ഡിഡ് ഹീ കൺഗ്രാജുലേറ്റ് മാർത്ത ഫോർ ഹെർ കറേജ്. അഞ്ചാമത്തേത് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഊഹിക്കാം. യെസ്, ഐ സോ ദ സ്നേക്ക് ലുക്കിംഗ് ഇൻ ദ മിറർ. ഇവിടെ ഐ സബ്ജക്റ്റ്, സോ വെർബ്, ഓക്സിലറി വെർബ് ഇല്ല, സോ ആയതുകൊണ്ട് ഹിഡൻ പാസ്റ്റ് ഫോമാണ്, ഡിഡ് ആണ്. ഡിഡ് ഐ അല്ല, ഡിഡ് യു സീ ദ സ്നേക്ക് ലുക്കിംഗ് ഇൻ ദ മിറർ. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ കൂടി ചെയ്ത് നോക്കുക. നേരത്തെ പോലെ 1-2 നമുക്ക് പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകാം. യെസ്, ദ ടൈഗർ ട്രൈ ടു റൺ അവേ ഇൻ ടു ദ ഫോറസ്റ്റ്. ടൈഗർ കാട്ടിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചു. ടൈഗർ കാട്ടിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചോ എന്നാണ് ചോദിക്കേണ്ടത്. ദ ടൈഗർ ട്രൈഡ്. ടൈഗർ സബ്ജക്റ്റാണ്, വെർബ് ട്രൈഡ് ആണ്, ഓക്സിലറി വെർബ് ഇല്ല. ട്രൈഡ് ആയതുകൊണ്ട് ഡിഡ് ആണ്. ഡിഡ് ദ ടൈഗർ, ട്രൈഡ് വേണ്ട, ട്രൈ ടു റൺ അവേ ഇൻ ടു ദ ഫോറസ്റ്റ്. 2, യെസ്, ഐ ടോൾഡ് മൈ ഗ്രാൻഡ് പാ അബൌട്ട് ദ ന്യൂ റൂൾ. പുതിയ നിയമത്തെക്കുറിച്ച് ഞാൻ വല്യപ്പനോട് പറഞ്ഞു. പുതിയ നിയമത്തെക്കുറിച്ച് നീ വല്യപ്പനോട് പറഞ്ഞോ എന്നാണ് ചോദ്യം വരിക. ഐ സബ്ജക്റ്റ്, ടോൾഡ് വെർബ്, ഓക്സിലറി വെർബ് ഇല്ല. അപ്പോൾ ഹിഡൻ ആയിട്ടിരിക്കുന്ന ഓക്സിലറി വെർബിനെ പുറത്തേക്ക് കൊണ്ടുവരണം. ടോൾഡ് ആയതുകൊണ്ട് ഡിഡ് ആണ്. ഡിഡ് യു ടെൽ മൈ ഗ്രാൻഡ് പാ അല്ല, യുവർ ഗ്രാൻഡ് പാ അബൌട്ട് ദ ന്യൂ റൂൾ. വീണ്ടും വീഡിയോ ഒന്ന് നിർത്തി വെച്ചിട്ട് ഉത്തരങ്ങളെല്ലാം ഒരു നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, റെഡിയല്ലേ? ഉത്തരങ്ങൾ നോക്കാം. അപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഇത്രയുമേ ഉള്ളൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ് അഥവാ WH ക്വസ്റ്റ്യൻസ് എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് നോക്കാം. അതിന് മുൻപായി ഒരു കോൺവെർസേഷൻ പൂരിപ്പിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടി വരുന്ന 1-2 തരം ചോദ്യങ്ങളൊന്ന് നോക്കിയിട്ട് പോകാം. പലപ്പോഴും കുട്ടികൾ കോൺവെർസേഷനിൽ എഴുതി കാണുന്ന ഒരു പ്രയോഗമാണിത്. വാട്ട് ഡു യു വാണ്ട്? നിങ്ങൾക്ക് എന്ത് വേണം? ഒരുപക്ഷെ നമ്മുടെ മലയാളികളുടെ രീതിയിൽ ഇത് കുഴപ്പമില്ലാത്തൊരു പ്രയോഗമാണ്. എന്താ വേണ്ടത്? പക്ഷേ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇംപൊളൈറ്റായിട്ടാണ് കരുതുന്നത്, മര്യാദ ഇല്ലാത്തൊരു പ്രയോഗം. അപ്പോൾ ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന ഏതാണ്? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? താങ്കൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ തരത്തിലുള്ളൊരു പ്രയോഗമാണ്. അതുപോലെ പലപ്പോഴും സംഭാഷണങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. നിങ്ങൾ എന്ത് ചെയ്യുന്നു? എന്താണ് നിങ്ങളുടെ ജോലി എന്നുള്ള അർത്ഥത്തിൽ. അതിനുപയോഗിക്കാൻ പറ്റിയൊരു പ്രയോഗമാണ് വാട്ട് ഡു യു ഡു. ഇനി നമുക്ക് ചോദ്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, അല്ല എങ്കിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യുന്നത് എന്ന് നോക്കാം.
സാധാരണ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് എല്ലാവർക്കും അറിയാം. കോമൺലി യൂസ്ഡ് ക്വസ്റ്റ്യൻ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്: വാട്ട്, വെൻ, വെയർ, വൈ, ഹൂ, വിച്ച്, ഹൂസ്, ഹൗ തുടങ്ങിയവയൊക്കെയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഹൗ കൂട്ടിയുള്ള കുറേ ചോദ്യവാക്കുകളുള്ളത് നമുക്കറിയാം. ഹൗ മെനി എത്ര എണ്ണം, ഹൗ മച്ച് എന്തുമാത്രം അളവാണ്, ഹൗ ലോങ് ലെങ്തുമായിട്ടൊരു ബന്ധവുമില്ല, സമയത്തിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ എത്ര നാളായി സമയത്തെ സൂചിപ്പിക്കുന്ന ചോദ്യവാക്കാണിത്. ഹൗ ഫാർ എത്ര ദൂരെ, ഹൗ ഓഫൺ എത്ര നാൾ കൂടുമ്പോൾ. ഇവ കോമൺലി യൂസ്ഡ് ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന വാക്യം നോക്കുക: ഹി വിൽ കം ബാക്ക് ബിഫോർ 2 o'clock. അവൻ 2 മണിക്ക് മുമ്പ് തിരിച്ചു വരും. അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടി ബിഫോർ 2 o'clock, 2 മണിക്ക് മുൻപ്. ഈ ഉത്തരം കിട്ടാൻ ഏത് ചോദ്യമായിരിക്കാം ചോദിച്ചത്? അവൻ എപ്പോൾ തിരികെ വരും. ഈ സെൻറ്റൻസ് ഒന്നുകൂടി നോക്കുക. സെൻറ്റൻസിൻ്റെ വാക്കുകളുടെ ഓർഡർ, വേർഡ് ഓർഡർ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സ്റ്റേറ്റ്മെൻറ്റ്സിൽ ആദ്യം സബ്ജക്റ്റ് വരും, അത് കഴിഞ്ഞാണ് വെർബ് രണ്ടും, ഓക്സിലറി വെർബ്, അതിനുശേഷം മെയിൻ വെർബ്. ഹി സബ്ജക്റ്റ്, വിൽ ഓക്സിലറി, കം ബാക്ക് ആണ് മെയിൻ വെർബ്. എന്നാൽ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ സബ്ജക്റ്റിന് മുൻപ് ഏത് വരണം? ഓക്സിലറി വെർബ് വരണം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് സബ്ജക്റ്റിന് മുൻപായിട്ട് ഓക്സിലറി വെർബ് വരും എന്നുള്ളത്. ഇവിടെ അവൻ എപ്പോൾ തിരികെ വരും എന്ന് ചോദിക്കണമെങ്കിൽ എപ്പോൾ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വേർഡ്, അതായത് വെൻ. ക്വസ്റ്റ്യൻ തുടങ്ങേണ്ടത് വെൻ കൊണ്ടാണ്. അത് കഴിഞ്ഞ് വരുന്നത് ഹീ ആണോ വില്ലാണോ എന്നുള്ളത് ഉറപ്പായിരിക്കണം നമുക്ക്. വെൻ ഹീ വിൽ കം ബാക്ക് അല്ല, അതൊരു ക്വസ്റ്റ്യൻ അല്ല. വെൻ കഴിഞ്ഞാൽ വരേണ്ടത് ഓക്സിലറി വെർബാണ്. സെൻറ്റൻസിലുള്ള ഓക്സിലറി വെർബ് ഏതാണോ, അതായത് ഏത് ടെൻസിലുള്ള ഉത്തരമാണോ ആ ടെൻസിൽ തന്നെ ആയിരിക്കും ചോദ്യവും. വെൻ വിൽ ഹീ കം ബാക്ക്, അതാണ് അതിൻ്റെ കൃത്യമായ ഓർഡർ. അല്ലെങ്കിൽ ചോദ്യം അങ്ങനെയാണ് വരേണ്ടത്: വെൻ വിൽ ഹീ കം ബാക്ക്. അടുത്തത് നോക്കുക. വരുൺ സോ ദ സ്നേക്ക് ഇൻ ദ ഗാർഡൻ. ഇൻ ദ ഗാർഡനാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അതായത് അത് ഉത്തരം വരുന്ന പോലെയാണ് ചോദ്യം ഉണ്ടാക്കേണ്ടത്. വരുൺ എവിടെയാണ് പാമ്പിനെ കണ്ടത് എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. എവിടെ എന്നുള്ളതിൻ്റെ ചോദ്യവാക്ക് നമുക്കറിയാം വെയർ. അപ്പോൾ ചോദ്യം തുടങ്ങേണ്ടത് വെയർ കൊണ്ടാണ്. പിന്നെ വരേണ്ടത് ഓക്സിലറി വെർബാണ്. കഴിഞ്ഞ ഉദാഹരണങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ ഇവിടെ ഓക്സിലറി വെർബ് ഹിഡൻ ആണ്, കാണാനില്ല. അപ്പോൾ നമ്മൾ ഹിഡൻ ആയിട്ടിരിക്കുന്ന ഓക്സിലറി വെർബിനെ പുറത്തേക്ക് കൊണ്ടുവരണം. വെയർ കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് സോ ആകുമ്പോൾ ഹിഡൻ ആയിട്ടിരിക്കുന്നത് ഏതായിരിക്കും? സി ആണെങ്കിൽ ഡു, സീസ് ആണെങ്കിൽ ഡസ്, സോ ആയതുകൊണ്ട് ഡിഡ്. വേർ ഡിഡ് വരുൺ, പിന്നെ സോ അല്ല സി. വേർ ഡിഡ് വരുൺ സീ ദ സ്നേക്ക്. മൂന്നാമത്തെ നോക്കുക. വരുൺ സോ ദ സ്നേക്ക് ഇൻ ദ ഗാർഡൻ. സെയിം ആൻസറാണ്, പക്ഷേ ഇത്തവണ നമ്മൾ ചോദ്യം ഉണ്ടാക്കേണ്ടത് വരുൺ ഉത്തരം വരുന്നത് പോലെയാണ്. ആരാണ് ഗാർഡനിൽ പാമ്പിനെ കണ്ടത് എന്നാണ് ചോദിക്കേണ്ടത്. ചോദ്യവാക്ക് ഏതായിരിക്കും? ഹൂ. ഇനി നിങ്ങൾ തന്നെ അതിൻ്റെ ചോദ്യം ഒന്ന് മനസ്സിലൊന്ന് കാണാൻ ശ്രമിക്കുക. ആരാണ് തോട്ടത്തിൽ പാമ്പിനെ കണ്ടത്? ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് കിട്ടുന്നത് സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് ഉത്തരമായിട്ടുള്ള ചോദ്യം ചോദിക്കുമ്പം ഡു, ഡസ്, ഡിഡ് എന്നിവ ക്വസ്റ്റ്യനിൽ വരണമെന്ന് നിർബന്ധമില്ല എന്നല്ല, വരില്ല. ഇവിടെ നോക്കുക, ഇത് രണ്ടും ഒരേ ഉത്തരവാണെന്നെങ്കിലും ഇവിടെ രണ്ടാമത്തതിൽ ഇൻ ദ ഗാർഡൻ വരുന്ന പോലെയാണ് ചോദ്യം ചോദിച്ചത്, പക്ഷേ ഇവിടെ വരുൺ വരുന്നത് പോലെയാണ്. അപ്പോൾ ആ ചോദ്യത്തിൽ ഓക്സിലറി വെർബ്, ഒളിച്ചിരിക്കുന്ന ഓക്സിലറി വെർബിനെ പുറത്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അതെഴുതണം, മറ്റൊരെണ്ണം ഉണ്ടെങ്കിൽ ഈസോ വാസോ ഒക്കെ ഉണ്ടെങ്കിൽ അതെഴുതണം. ഇവിടെ ഹിഡൻ ആയിട്ടിരിക്കുന്നതിനെ പുറത്തേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇങ്ങനെ സബ്ജക്റ്റ് ഉത്തരമായി കിട്ടേണ്ട ചോദ്യങ്ങൾക്ക് ഗ്രാമറിൽ സബ്ജക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ, അതായത് ഡു, ഡസ്, ഡിഡ് വരുന്നവയിൽ ആ ഓക്സിലറി വെർബ് ചോദ്യത്തിൽ ഉപയോഗിക്കാറില്ല. ഉദാഹരണങ്ങൾ നോക്കിയാൽ മതി. ഹൂ ഓപ്പൺ ദ ഡോർ. ഹൂ ഡിഡ് ഓപ്പൺ ദ ഡോർ എന്നല്ല, ഹൂ ഓപ്പൺ ദ ഡോർ, മീര ഓപ്പൺ ദ ഡോർ. വാട്ട് കോസ് ദ ഫയർ. വാട്ട് ഡിഡ് കോസ് ദ ഫയർ എന്ന് ആ ഡിഡ് അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. വാട്ട് കോസ് ദ ഫയർ, അതാണ് കൃത്യമായ യൂസേജ്. ഹൂ മേഡ് ദിസ് കോഫി. ഓക്സിലറി വെർബ് അവിടെ ഇല്ല. ഹൂ ഡിഡ് മേക്ക് ദിസ് കോഫി എന്നല്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. അങ്ങനെയാകുമ്പോൾ ഈ ഉദാഹരണത്തിൽ വരുൺ ഉത്തരം വരുന്ന പോലെയാണ് ചോദിക്കുന്നത്. ഹൂ സോ ദ സ്നേക്ക് ഇൻ ദ ഗാർഡൻ. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ കൂടി ചെയ്തു നോക്കാം. സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, മെയിൻ വെർബ് തുടങ്ങിയവയെല്ലാം നിറങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അത് ഉത്തരം വരുന്ന പോലെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ റെഡിയാക്കേണ്ടത്. വീണ്ടും ഓർക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻസിൻ്റെ അകത്തെ വേർഡ് ഓർഡർ മനസ്സിൽ ഓർക്കുക. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ സബ്ജക്റ്റ് അല്ല, അതിനു മുൻപ് ഓക്സിലറി വെർബ് വരണം. അത് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ്. ഹി വാസ് റീഡിങ് എ ബുക്ക് സിറ്റിംഗ് ഓൺ ദ ട്രീ. മരത്തിലിരുന്നുകൊണ്ട് അവൻ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. അവൻ മരത്തിന് മുകളിലിരുന്ന് എന്തു ചെയ്യുകയായിരുന്നു? എന്തു ചെയ്യുക, എന്ത്. ക്വസ്റ്റ്യൻ വേർഡ് വരുന്നത് വാട്ട്. ഇതേ ടെൻസ് തന്നെയായിരിക്കും ചോദ്യം. ചോദ്യോത്തരം സാധാരണഗതിയിൽ ഒരേ ടെൻസ് തന്നെയായിരിക്കും.
വാട്ട് കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത്, ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് ഓക്സിലറി വെർബാണ്. ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി വെർബ്, സബ്ജക്റ്റ് ആ ക്രമമാണ് വരേണ്ടത്. വാട്ട് വാസ് ഹി ഡൂയിങ് സിറ്റിംഗ് ഓൺ ദ ട്രീ. വാട്ട് വാസ് ഹി ഡൂയിങ് സിറ്റിംഗ് ഓൺ ദ ട്രീ, മരത്തിലിരുന്ന് എന്ത് ചെയ്യുകയായിരുന്നു. അടുത്തത് നോക്കുക. ഐ വാസ് റീഡിങ് എ ബുക്ക് സിറ്റിംഗ് ഓൺ ദ ട്രീ. ഏകദേശം ഒരേ കാര്യം തന്നെ. ഒന്നാമത്തേത് അതേ ആൾ തന്നെ അല്ല പറയുന്നത്, മറ്റൊരാളാണ് പറയുന്നത്. ഇവിടെ ഞാൻ വായിക്കുകയായിരുന്നു. അങ്ങനെ വരുമ്പോൾ ചോദ്യവാക്കൊക്കെ അത് തന്നെ. വാട്ട്, പക്ഷേ ഓക്സിലറി വെർബ് വരുന്നത് എന്തായിരിക്കും? നീ എന്തു ചെയ്യുകയായിരുന്നു മരത്തിലിരുന്നെന്നാണ് ചോദിക്കുന്നത്. വാട്ട് വെയർ യു, യുവിൻ്റെ കൂടെ ചേരുന്നത് വെയർ ആണ്. വാസ് വെയർ ഒരേ അർത്ഥമുള്ള വാക്കുകളാണ്. ഈസ് ആം ആർ ഒരേ അർത്ഥമുള്ളതാണ്. സബ്ജക്റ്റിനനുസരിച്ചാണ് അത് മാറുന്നത്. മൂന്നാമത്തേത് നോക്കുക. ദ പ്രിൻസിപ്പൽ സെഡ് ദാറ്റ് ദ റൂൾ ഹാസ് ചേഞ്ച്ഡ്. പ്രിൻസിപ്പൽ പറഞ്ഞു റൂൾ മാറിയെന്ന്. മൂന്നാമത്തെ സെൻറ്റൻസിൽ സബ്ജക്റ്റ് പ്രിൻസിപ്പലാണ്, സെഡാണ് വെർബ്, ഓക്സിലറി വെർബ് ഇല്ല. അപ്പം നമ്മളവിടെ ഓക്സിലറി വെർബിനെ കൊണ്ടുവരണം. സെഡാകുമ്പം ഹിഡൻ ആയിട്ടിരിക്കുന്നത് ഡിഡാണ്. വാട്ട്, ഈ സെഡിനെ നമ്മൾ രണ്ടാക്കണം, അതായത് ഡിഡ് കൂട്ടിച്ചേർത്ത് എഴുതണം. സെഡ് എന്നുള്ളത് ഡിഡ് സേ ആണ്. വാട്ട് ഡിഡ് ദ പ്രിൻസിപ്പൽ സേ, വാട്ട് ഡിഡ് ദ പ്രിൻസിപ്പൽ സേ. നാലാമത്തെ നോക്കുക. ഐ ഹാവ് ബീൻ സ്റ്റേയിങ് ഹിയർ ഫോർ ദ ലാസ്റ്റ് 2 years. 2 വർഷമായിട്ട് ഞാൻ ഇവിടെയാണ് തങ്ങുന്നത്. എത്ര നാളായി നീ ഇവിടെ തങ്ങുന്നു, അല്ലെങ്കിൽ എത്ര നാളായിട്ട് നീ ഇവിടെ തങ്ങുകയാണ് എന്നുള്ളതാണ് ചോദ്യം. എത്ര നാൾ എന്നുള്ളതിൻ്റെ ചോദ്യവാക്ക് നമുക്കറിയാം. ഹൗ ലോങ്, എത്ര നാളായി. പിന്നെ വരേണ്ടത് ഓക്സിലറി വെർബാണ്. ഹൗ ലോങ്, ഹാവ്, പിന്നെ സബ്ജക്റ്റ്. ഹാവ് ബീൻ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിലും അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ഓക്സിലറി വെർബ് മാത്രമാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഹൗ ലോങ്, ഹാവ് യു ബീൻ സ്റ്റേയിങ് ഹിയർ. ഇനി അഞ്ചാമത്തെ നോക്കുക. ഐ സ്റ്റാർട്ട് റൈറ്റിംഗ് സ്റ്റോറി അറ്റ് ദ ഏജ് ഓഫ് 7. അറ്റ് ദ ഏജ് ഓഫ് 7 ഉത്തരം വരുന്ന പോലെയാണ് ചോദ്യം ചോദിക്കേണ്ടത്. എപ്പോഴാണ് നീ കഥകൾ എഴുതി തുടങ്ങിയത്? ഇവിടെ ചോദ്യവാക്കായിട്ട് നമുക്ക് വെൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വാട്ട് ഏജ്. എളുപ്പത്തിന് വെൻ ഉപയോഗിക്കാം. വെൻ, പിന്നെ വരേണ്ടത് ഓക്സിലറി വെർബ്. വെൻ ഡിഡ്, ഐ മാറി യു. വെൻ ഡിഡ് യു, സ്റ്റാർട്ടഡ് അല്ല ഈ സ്റ്റാർട്ട്. വെൻ ഡിഡ് യു സ്റ്റാർട്ട് റൈറ്റിംഗ് സ്റ്റോറീസ്. ആറാമത്തേത് ഐ സ്റ്റോൾ 50 pounds. വീണ്ടും ഇവിടെ ഓക്സിലറി വെർബ് ഇല്ല. ഓക്സിലറി വെർബ് നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഡിഡ് സ്റ്റീൽ, ഡിഡ് ആണ് അവിടെ ഓക്സിലറി വെർബ്. ഏതായിരിക്കും ചോദ്യം? ഹൗ മച്ച് ഡിഡ് യു സ്റ്റീൽ. ഏഴാമത്തേത് നമുക്കറിയാം, സബ്ജക്റ്റ് ഉത്തരം വരുന്നവരുള്ള ചോദ്യമാണ്. അതിൻ്റെ അകത്ത് ഹിഡനായിട്ട് ഡിഡ് കിടപ്പുണ്ട്, പക്ഷേ ഡിഡ് എഴുതണ്ട. മിസ്റ്റർ ടോർട്ട് ഓപ്പൺ ദ ഡോർ ഓഫ് ദ കേജ്. ആരാണ് ഡോർ തുറന്നത്? കേജിൻ്റെ ഡോർ തുറന്നത്. ഹൂ ഓപ്പൺഡ് ദ ഡോർ ഓഫ് ദ കേജ്. മിസ്റ്റർ ടോർട്ട് ഈസ് ഓപ്പണിംഗ് ദ ഡോർ ഓഫ് ദ കേജ്. ആ ടെൻസിൽ തന്നെ അതുപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ചോദ്യം ഹൂ വെച്ചാണ്. ഹൂ ഈസ് ഓപ്പണിംഗ് ദ ഡോർ ഓഫ് ദ. ബാക്കിയുള്ള ഉത്തരങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് സ്വയം എഴുതാൻ ശ്രമിക്കുക. സംഭാഷണത്തിൽ എപ്പോഴും നമുക്ക് ചോദ്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കോൺവെർസേഷൻ എഴുതാൻ വരും. അവിടെ നമ്മൾ ധാരാളം ക്വസ്റ്റ്യൻസ് എഴുതേണ്ടി വരും. അതുപോലെ ഗ്രാമറിൻ്റെ ചോദ്യത്തിൽ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നിടത്ത് വരും. ചില വർഷങ്ങളിൽ ആരെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യാനുള്ള കുറേ ചോദ്യങ്ങൾ തയ്യാറാക്കുക എന്ന് പറഞ്ഞുള്ള ചോദ്യങ്ങൾ വരും. അങ്ങനെ പരീക്ഷയ്ക്ക് തന്നെ ധാരാളം അവസരങ്ങൾ ഉപയോഗിക്കേണ്ടി വരാറുള്ളൊരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു.